ഇതാണ് കൂർക്ക. ഇത് നമുക്ക് തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ കൂർക്ക ക്ലീൻ ചെയ്ത് അരിഞ്ഞ് ചെറിയ പീസായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് തേങ്ങാക്കൊത്ത്, 1/2 ഗ്ലാസ് വെള്ളം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് 2 വിസിൽ കേൾപ്പിക്കുക. ഇനി കൂർക്ക തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, അതിലേക്ക് 10 ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം നന്നായി ചതച്ചത്, ഉള്ളി പെരിഞ്ചീരകം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, നോക്കണം. ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. കൂർക്ക വേവിക്കുമ്പം അതിനകത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റൗവിൽ വെച്ച് തന്നെ വറ്റിച്ചെടുക്കണം. ഊറ്റിക്കളയാതെ അതിന് ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് യോജിപ്പിക്കുക. ടേസ്റ്റിയായ കൂർക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂർക്ക മെഴുക്ക് പുരട്ടി നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റാണ്.